നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കയ്പമംഗലത്തെ KSEB സെക്ഷൻ ഓഫീസ് കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥയെ തുടർന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാൻ ആലോചന. കയ്പമംഗലം അബ്ദുൽ കരീം ഹാജിയുടെ 17ാമത് ഉറൂസ് മുബാറക്കിന് തുടക്കമായി. SNDP യോഗം നാട്ടിക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മെറിറ്റ് ഡേ 2015 ഈ മാസം 13-ന് തൃപ്രയാറിൽ നടക്കും. വാർത്തകൾ വിശദമായി. കയ്പമംഗലത്തെ KSEB സെക്ഷൻ ഓഫീസ് കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥയെ തുടർന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാൻ ആലോചന. നിലവിൽ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥയാണ് ഓഫീസ് മാറ്റാൻ കാരണമായി പറയുന്നത്. പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള ഈ കെട്ടിടം ചോർന്നൊലിക്കുന്നതും പൊട്ടിപ്പൊളിഞ്ഞതുമാണ്. അശാസ്ത്രീയമായി ഓഫീസിന് മുന്നിൽ പണിത സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊലിച്ച് ദുർഗന്ധപൂരിതമാണ് ഇപ്പോൾ. വൈദ്യുത കണക്ഷനുമായി ബന്ധപ്പെട്ട സാമഗ്രികളും ഓഫീസ് ഫയലുകളും സൂക്ഷിക്കാൻ കഴിയാത്ത ഓഫീസിൽ 35-ലധികം വരുന്ന ജീവനക്കാരും ഉദ്യോഗസ്ഥരും നിന്ന് തിരിയാൻ ഇടമില്ലാതെ നട്ടം തിരിയുകയാണ്. ഓഫീസ് കെട്ടിടം സമയാസമയം അറ്റകുറ്റപ്പണി നടത്തി തരണമെന്നും സെപ്റ്റിക് ടാങ്ക് മാറ്റി സ്ഥാപിക്കണമെന്നും ഓഫീസിന് മുകളിൽ പണിത കെട്ടിടം അടിയന്തരമായി തുറന്നു തരണമെന്നും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ ചെവികൊണ്ടില്ലെന്ന് KSEB അധികൃതർ പറയുന്നു. ഇവിടുത്തെ ശോചനീയാവസ്ഥ പല പ്രാവശ്യം പഞ്ചായത്ത് അധികാരികളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കമ്പ്യൂട്ടറും അതുപോലെ നമ്മളുടെ ഒരുമ നെറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മൊത്തം ഇലക്ട്രിസിറ്റി ഓഫീസുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന സംവിധാനം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇതിനെന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ട് ഇതുവരെയും ഒരു പരിഹാരവും ഉണ്ടാക്കുന്നില്ല. തന്നെയല്ല, ഒരു 35 സ്ഥിരം സ്റ്റാഫുകളും 25ഓളം കോൺട്രാക്ട് സ്റ്റാഫുകളും ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണത്. ഇതിന് ആകെ ഉള്ള ഒരു വളരെ വൃത്തിഹീനമായ ഒരു ബാത്റൂമാണ് ഉള്ളത്. അത് പല പ്രാവശ്യം അവരോട് പറയും, അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് 1-2 പ്രാവശ്യം വെറുതെ ഫണ്ട് ഉപയോഗിച്ചെന്നും പറഞ്ഞ് ചെറിയ മെയിൻ്റനൻസുകൾ ചെയ്യും. വീണ്ടും അതിനേലും വളരെ പരിതാപകരമാകുന്ന അവസ്ഥയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. എടത്തിരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം പഞ്ചായത്തുകളിലായി 20,000-ലധികം ഉപഭോക്താക്കളുള്ള സെക്ഷനാണ് കയ്പമംഗലത്തേത്. സമീപത്തെ സെക്ഷനുകളെ അപേക്ഷിച്ച് ഇരട്ടിയോളം വരുന്നുണ്ട് ഇത്. പാലപ്പെട്ടി മുതൽ വഴിയമ്പലം വരെയാണ് പ്രവർത്തന പരിധി. ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ, 3 സബ് എഞ്ചിനീയർമാർ, ഒരു സീനിയർ സൂപ്രണ്ട്, 2 സീനിയർ അസിസ്റ്റന്റ്, 6 ഓവർസിയർമാർ, 12 ലൈൻമാൻമാർ, 6 വർക്കേഴ്സ്, 1 സ്വീപ്പർ, 3 കാഷ്യർമാർ, 5 മീറ്റർ റീഡേഴ്സ്, 12 കരാറുകാർ തുടങ്ങിയവർക്ക് തട്ടിത്തടഞ്ഞിട്ട് ഓഫീസിൽ നടക്കാൻ പോലും കഴിയില്ല. മഴക്കാലമായാൽ ചോർന്നൊലിക്കുന്ന ഓഫീസിൽ ഫയലുകൾ പ്ലാസ്റ്റിക് മൂടുകയാണ് ചെയ്യുന്നത്. ഇതിനിടെ KSEB ഓഫീസുകളിൽ ഇന്റർനെറ്റ് ഓൺലൈൻ സൗകര്യം ഏർപ്പെടുത്താൻ പോവുകയാണ്. ഈ ഓഫീസിൽ എങ്ങനെ ഈ സൗകര്യം ഏർപ്പെടുത്തുമെന്നാണ് അധികൃതരുടെ ചോദ്യം. വിഷയം ശ്രദ്ധയിൽപ്പെട്ട മേലധികാരികൾ അടിയന്തരമായി സൗകര്യപ്രദമായ ഇടത്തേക്ക് മാറാൻ സെക്ഷൻ അധികൃതരോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. കയ്പമംഗലം അബ്ദുൽ കരീം ഹാജിയുടെ 17ാമത് ഉറൂസ് മുബാറക്കിന് തുടക്കമായി. സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുഖാരി പതാക ഉയർത്തി. മഖാം സിയാറത്തിന് അബൂബക്കർ സയ്യിദി കക്കടിപ്പുറം നേതൃത്വം നൽകി. PA അബൂബക്കർ ഹാജി, PA ഇസ്ഹാഖ് മുസ്ലിയാർ, TK കാസിം മുസ്ലിയാർ, IA അസ്ലം മുസ്ലിയാർ, KK യൂനസ് ലത്തീഫി എന്നിവർ സംബന്ധിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ മതപ്രഭാഷണം, സ്വലാത്ത് വാർഷികം, ഹുബ് റസൂൽ സംഗമം, ഖത്തം ദുവ, അന്നദാനം, ആത്മീയ സമ്മേളനം എന്നിവ നടക്കും. SNDP യോഗം നാട്ടിക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 13-ന് മെറിറ്റ് ഡേ 2015 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ തൃപ്രയാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ മേഖലയിലാണ് SNDP യോഗത്തിനായാലും SN ട്രസ്റ്റിനായാലും ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു യൂണിയൻ കൂടിയാണ് നാട്ടിക. ഈ അടുത്തിടെ തന്നെ SN ട്രസ്റ്റിന് ഒരു പുതിയ കോളേജും അതിന് പുതിയ ഒരു മന്ദിരവും കെട്ടിടവും ഒക്കെ പണി കഴിപ്പിക്കാൻ വളരെ ഭംഗിയായി പണിയഴിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. ശനിയാഴ്ച രാവിലെ 10-ന് തൃപ്രയാർ പ്രിയദർശിനി ഹാളിൽ നടത്തുന്ന പരിപാടി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാര സമർപ്പണവും നടത്തും. നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് അധ്യക്ഷത വഹിക്കും. യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, വനിതാ സംഘം പ്രസിഡന്റ് യമുന രവീന്ദ്രൻ, വിവിധ യൂണിയൻ പ്രസിഡന്റുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത്, മോഹനൻ കണ്ണമ്പുള്ളി, ജയന്തൻ പുത്തൂർ, പ്രകാശ് കടവിൽ, KV ജയരാജൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിന്റെ മുകൾ നിലയുടെ ഉദ്ഘാടനം ഈ മാസം 13-ന് നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് അറിയിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ സാംസ്കാരിക ചിഹ്നമെന്ന നിലയിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് KC കാളിക്കുട്ടി സാംസ്കാരിക നിലയം. ജനങ്ങളാകെ ആശ്രയിക്കുന്ന ഈ സാംസ്കാരിക നിലയം
ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് മുകൾ നില പണിതുയർത്തിയത്. മുകൾ നിലയുടെ ഉദ്ഘാടനം ജൂൺ 13-ാം തീയതി ശനിയാഴ്ച 11:30 കേരളത്തിൻ്റെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം നിർവഹിക്കുന്നു. ശനിയാഴ്ച രാവിലെ 11:30 മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ഉദ്ഘാടനം നിർവഹിക്കും. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA അധ്യക്ഷത വഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ ഫോട്ടോ അനാച്ഛാദനം നടത്തും. മറ്റു ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും. കയ്പമംഗലം എടത്തിരുത്തി പല്ലയിൽ വീടിന് മുൻവശത്ത് വെച്ചിരുന്ന ബൈക്ക് മോഷണം പോയതായി പരാതി. പണിക്കവീട്ടിൽ ബാബുവിന്റെ KL 47 1975 എന്ന നമ്പറിലുള്ള പാഷൻ പ്രോ ബൈക്കാണ് മോഷണം പോയത്. ബുധനാഴ്ച രാത്രിയിലാണ് സംഭവം. സമീപവാസിയായ രഞ്ജിത്തിന്റെ ബൈക്കും മോഷ്ടാക്കൾ കൊണ്ടുപോയെങ്കിലും വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കയ്പമംഗലം പഞ്ചായത്തിൽ 17-ാം വാർഡിൽ ജനതാദൾ S പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനസഭയും പഠനോപകരണ വിതരണവും നടത്തി. ജനതാദൾ S പഞ്ചായത്ത് പ്രസിഡന്റ് തിലകൻ തറയിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അജിത് കൃഷ്ണൻ പഠനോപകരണ വിതരണം നടത്തി. പുരുഷോത്തമൻ അകമ്പാടം, കണ്ണൻ പുന്നക്കച്ചാൽ, സുരേഷ് അരവീട്ടിൽ, ശിവരാമൻ ദേവമംഗലം എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.